അങ്ങനെ ക്രമേണ ഇതിലേക്ക് വന്ന ആളുണ്ട്. ആര്? ഡോക്ടർ സുബൈർ. മുജാഹിദ് നേതാവാണ്, ഡോക്ടറാണ്. അതോടൊപ്പം അയാളെ ചികിത്സ ഫലപ്പെടാത്ത സ്ഥലത്ത് ഇവർ അന്ധവിശ്വാസമൊക്കെ ചികിത്സ ഫലപ്പെട്ടു. അനുഭവം അയാളെന്നാണ് പറഞ്ഞോട്ടെ, കേട്ടോളും. ഒരു ഡോക്ടർ എന്ന നിലയിലുണ്ടായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തേക്കൊരു 15 വയസ്സ് താഴെയുള്ള കുട്ടിയെ കൊണ്ടുവരുന്നു. കുട്ടി വളരെ അക്രമാസക്തമാണ്. കൈവിട്ടു കഴിഞ്ഞാൽ കുട്ടി ഓടിപ്പോയിട്ട് എവിടെ നിന്നും ചാടി അപകടപ്പെടുത്തുവാനുള്ള ശ്രമം. കുട്ടി ശക്തമായ പനിയുണ്ട്, വയറുവേദനയുണ്ട്. അങ്ങനെ എൻ്റെ ക്ലിനിക്കിൽ വന്നുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് മയക്കി തരണമെന്നാണ്. ഞാൻ ആലോചിച്ചപ്പോൾ വളരെ നിസ്സാരമായ കാര്യമാണ്. മയങ്ങുവാനുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി മയങ്ങുമല്ലോ. അങ്ങനെ കുട്ടിയുടെ പ്രായവും തൂക്കവും അനുസരിച്ച് കുട്ടി മയങ്ങുവാനുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. പക്ഷേ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും കുട്ടിക്ക് യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ഉടനെ കുറച്ചും കൂടി ഡോസ് കൂടുതലുള്ള മറ്റൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. കുട്ടിക്ക് യാതൊരു മാറ്റമില്ല. ഇനി കൂടുതൽ മരുന്ന് കൊടുത്താൽ കുട്ടിക്ക് വല്ല അപകടം സംഭവിക്കുമെന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, ഈ 2 മരുന്നുകളുടെയും സൈഡ് എഫക്റ്റ് ഉണ്ടായാൽ കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, അത് കൊടുത്താലും കുറച്ചുകൂടെ ഉറക്കമുണ്ടാകുന്നതാണ്. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോഴും കുട്ടിക്ക് യാതൊരു മാറ്റമില്ല. കുട്ടി എല്ലാവരും കൂടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പനിയുണ്ടെന്ന് പറയുമ്പോൾ പരിശോധിക്കുമ്പോൾ പനിയുണ്ട്. വയറിൻ്റെ ഒരു ഭാഗത്ത് ശക്തമായ വേദനയുണ്ട്. സാധാരണഗതിയിൽ കിഡ്നിയിൽ സ്റ്റോണോ മറ്റോ ഒക്കെ ഉണ്ടായാൽ ഉണ്ടാകുന്നത് പോലെയുള്ള വേദനയാണ് കുട്ടി കാണിക്കുന്നത്. പല ആശുപത്രിയിലും കാണിച്ച ഒരുപാട് റെക്കോർഡുണ്ട്. മെഡിക്കൽ കോളേജിലും അതുപോലെ പരിസരത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും കാണിച്ച റെക്കോർഡുകളിൽ അവിടെ അൾട്രാസൗണ്ട്, സ്കാനും അങ്ങനെ എല്ലാ ബ്ലഡ് പരിശോധിച്ച എല്ലാ റിപ്പോർട്ടും. പക്ഷേ ഒരാൾ ചികിത്സിച്ചിട്ടും കുട്ടിക്ക് അത് മാറ്റമില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ മടുത്തു. കാരണം വെച്ചാൽ എനിക്ക് പകൽ ഉറങ്ങാൻ കഴിയുന്നില്ല, രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ കുട്ടിക്ക് പനി, വേദന എന്ന് പറഞ്ഞൊക്കെ പലപ്പോഴും ഉണർത്തുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കുട്ടിയെ ഇവിടുന്ന് പറഞ്ഞയച്ചാലേ ശരിയാവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഈ ചെറിയ ആശുപത്രിയിൽ ഇങ്ങനെ കുട്ടി ഇട്ടിട്ട് കാര്യമില്ല, ഏതെങ്കിലും വലിയ ആശുപത്രി നമുക്ക് കൊണ്ടുപോകാം, ഞാൻ റിപ്പോർട്ടൊക്കെ എഴുതി തരാം. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ ഇത് എല്ലായിടത്തും കാണിച്ചു, ഇനിയിപ്പോൾ എവിടെ കൊണ്ടുപോകാനാണ്, ഇവിടെ മെഡിക്കൽ കോളേജ് എല്ലാ സ്ഥലത്തും കാണിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം, എന്നിട്ട് ഈ 3-4 ദിവസത്തെ ഈ അനുഭവങ്ങൾ ഞാൻ ആ ഡോക്ടർമാരോട് സംസാരിക്കാം. കാരണം എങ്ങനെയെങ്കിലും കുട്ടിയെ അവിടെ നിന്ന് ഒഴിവാക്കാതെ എനിക്ക് നിർത്തിയില്ല എന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നാളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട് രാവിലെ, അതിനുശേഷമാവാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ നാളെയെങ്കിലും കുട്ടി ഒന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ എന്നുള്ള അവസ്ഥ. കാരണം അത്രമാത്രം പ്രയാസമായി. രാത്രി ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല കുട്ടിയുടെ ബഹളം കൊണ്ട്. പിന്നെ കുട്ടിയെ കാണാൻ വേണ്ടിയുള്ള സന്ദർശകരുടെ ശല്യം അത് വേറെ. അങ്ങനെ പിറ്റേന്ന് അവർ രാവിലെ നേരെ വെളുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ പാല അടുത്തുള്ള ഒരു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും അന്ന് ഉച്ച കഴിഞ്ഞ് കുട്ടി മടങ്ങി വരുന്നത് യാതൊരു രോഗമില്ലാത്ത അവസ്ഥയിലാണ്. അച്ഛൻ്റെ അടുത്ത് കുട്ടി വളരെ ചിരിച്ച് സന്തോഷവാനായിട്ട് മടങ്ങി. അപ്പൊ ഇത് എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തയുണ്ട്. ഇതെങ്ങനെയാണ് ഇത്രയും ദിവസം ഈ ശക്തമായ മരുന്നുകൾ കൊടുത്തിട്ട് മാറാത്ത വേദന, പനി, അതുപോലെ ഇത്രയും അക്രമാസക്തമായ കുട്ടി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എങ്ങനെ നോർമലായി എന്നുള്ളത് എന്നെ ചിന്തിപ്പിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അച്ഛൻ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൂടെ ഒരാൾ മാത്രമേ അകത്ത് കടന്നുള്ളൂ. അച്ഛനൊരു കുരിശ് ഉപയോഗിച്ചിട്ട് കുട്ടിയുടെ തലയിൽ നിന്ന് ഇങ്ങനെ മുടിയൊക്കെ പിരിച്ച് ഇങ്ങനെ എന്തോ എടുത്തു മാറ്റി പോലെ കാണിച്ചു എന്നാണ് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഈ അച്ഛനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കൽ ഈ അച്ഛൻ്റെ സ്ഥലത്ത് പോയി. പക്ഷെ അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കാനോ അതിനെക്കുറിച്ച് ചോദിക്കാനോ കഴിഞ്ഞില്ല. ഏതായാലും എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വിശ്വാസം ഈ സംഭവം ഉണ്ടാക്കി. വൈദ്യശാസ്ത്രത്തിൽ കഴിയാത്ത എന്തോ ഇവർക്കൊക്കെ കഴിയുമെന്നുള്ള ഒരവസ്ഥ. പക്ഷെ എന്താണ് അതിന്റെ പിന്നിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പള്ളിലക്ഷത്തെ കഴിഞ്ഞ് ഇനി ആൾ വാർത്തത്ത് അങ്ങോട്ട് തുടങ്ങി. അതായത് ഇവരൊക്കെ പുറത്തിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ അന്ധവിശ്വാസത്തിനെതിരെ അനാഥത്തെ തോഷീതിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമാണ്. സകല കൂത്താമാത്തിട്ട് നിങ്ങൾ എടുത്തിട്ടു നിങ്ങൾ. പക്ഷെ അത് അണ്ടിയോടടുക്കുമ്പോഴല്ലേ മാങ്ങന്റെ പുളി തിരിയ ഉള്ളിക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവർ അനുഭവം ഇങ്ങനെ പറയുമ്പോൾ ഇതുകൊണ്ടാണ് ഇവരാണ് ശരിക്ക് KP മജീദ് തൊട്ട് അഭിമുഖം നടത്തിയപ്പോൾ പറഞ്ഞില്ലേ മുജാഹിദീങ്ങൾ ഈറ്റങ്ങൾ അത്ര അന്ധവിശ്വാസികൾ വേറെ ആരും ഇല്ലായിരുന്നില്ലേ. ആ പറഞ്ഞ വർത്താനം ഇങ്ങനെ ബോധ്യപ്പെടുക കേട്ടോ. അടുത്ത അനുഭവം പ്രത്യേക തരത്തിലുള്ള വിശ്വാസം ഈ സംഭവം ഉണ്ടാക്കി. വൈദ്യശാസ്ത്രത്തിൽ കഴിയാത്ത എന്തോ ഇവർക്കൊക്കെ കഴിയുമെന്നുള്ള ഒരവസ്ഥ. പക്ഷെ എന്താണ് അതിന്റെ പിന്നിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന ഇടക്കാണ് എൻ്റെ
പരിചയത്തിലുള്ള ഒരാളുടെ ഒരു വലിയൊരു എമൗണ്ട് മേശയിൽ വെച്ചിരുന്നതിന്റെ പകുതി കാണുന്നില്ല, ഒരു കെട്ടിൽ നിന്നും പകുതി കാണുന്നില്ല. അപ്പൊ അത് ആരാണ് എടുത്തതെന്ന് അറിയാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കാറിൽ ലേശം സ്ഥലം ബാക്കി ഉണ്ടായിരുന്നു. ഞാനും കൂടെ കയറി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് അറിയാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചാലക്കുടി അടുത്തുള്ള ഒരു തങ്ങളുടെ അടുത്തേക്കാണ് അപ്പൊ തങ്ങളുടെ അടുത്ത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഇവര് ചെന്നു, ഇവരുടെ ഊഴം വന്നപ്പോൾ അവരിരുന്നു. അപ്പോൾ തങ്ങളൊരല്പം 1-2 മിനിറ്റുകൾക്ക് ശേഷം പറഞ്ഞു, നിങ്ങളുടെ കടയിൽ ഇത്ര പ്രായമുള്ള ഒരാൾ ജോലിക്ക് നിൽക്കുന്നുണ്ടല്ലോ, അയാളുടെ മകളുടെ കല്യാണമാണ്, ആ കല്യാണ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. പിന്നെ വേണമെങ്കിൽ അയാൾക്ക് ഉപദ്രവമായിട്ട് നോക്കണം, നമുക്കൊന്നും ചെയ്യാം, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ കടയിൽ നിന്ന ആളാണെന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു, വേറെ ഉപദ്രവം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവർ പോന്നു. എനിക്ക് വാസ്തവത്തിൽ തോന്നിയത് ഇവർ എന്നെ പറ്റിക്കാൻ വേണ്ടി എന്തോ ചെയ്തു എന്നുള്ള പോലെ. കാരണം അത്ര കൃത്യമായിട്ട് കാരണം കടയിൽ നിൽക്കുന്ന ആളെ എനിക്കറിയാം, ഇത്ര കൃത്യമായിട്ട് പ്രായമുള്ള ഒരാളുമായുള്ള മകളുടെ കല്യാണത്തിന് ഇത്ര ദൂരത്തുള്ള ഈ തങ്ങളെങ്ങനെ മനസ്സിലാക്കി എന്നുള്ള സംഭവം. എന്തായാലും ഈ അനുഭവങ്ങൾ എന്നെ വാസ്തവത്തിൽ അന്ധവിശ്വാസിയാക്കി മാറ്റി. എന്റെ അടുത്ത് വരുന്ന പല രോഗികൾ, മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് മാറാത്ത രോഗികളെ ഞാൻ ഇയാളുടെ അടുത്തേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് പറയാമെന്ന് അറിയാമല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അയക്കുകയും പല ആളുകളിലും അത്ഭുതകരമായ പല മാറ്റങ്ങളും ഉണ്ടായി. വാസ്തവത്തിൽ ഇസ്ലാമിക ചിട്ടകളെക്കുറിച്ച് കൂടുതൽ താല്പര്യമില്ലാതിരുന്ന, പരിപാലിക്കാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും തൗഹീദിന്റെ വാക്താക്കളായ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം എന്നെ ഒരു അന്ധവിശ്വാസിയായി തള്ളുകയും എന്റെ ഈ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് മറുപടി തരാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായി അറിയപ്പെടുന്ന പ്രഭാഷകനായ ഡോക്ടർ സുബൈർ സാഹിബായി പറയുന്നത് ഇത് ഇങ്ങനെ അനുഭവം വരുമ്പോ എങ്ങനെ പറയാതിരിക്കുക. പക്ഷെ രസമുണ്ട്, ഇയാളെ സ്റ്റേജിലൊക്കെ കൊണ്ടുവരുന്നെങ്കിലും ഈ ജാതി അനുഭവം വന്നതിന് ശേഷം പള്ളി പോലും ചിലപ്പോൾ പ്രസംഗിക്കാൻ സമ്മതിക്കാത്ത ഗതി വന്നു. ഇത് ഇയാളെന്നെ പറയാണ്. നോക്കണം നിങ്ങൾ, ഈ ഊരുവലക്ക് മറ്റേ സലാം പറയാൻ പാടില്ല, അതേപോലെ തന്നെ കുട്ടിനെ കെട്ടിക്കാൻ പാടില്ല, മൈത്തിസ്കരിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ അതൊക്കെ ഭീകരവാദവും തീവ്രവാദമാക്കി മാറ്റുന്നുണ്ട്. എന്നാൽ ഇയാളുടെ അനുഭവം വെച്ചിട്ട് ഇയാൾ പറഞ്ഞു നോക്കുമ്പോൾ പള്ളിയിലടക്കം പ്രസംഗിക്കാൻ ചെന്നാ ഡോക്ടറെ ഞങ്ങൾക്ക് ഒന്നും ഇവിടെ പറയതിട്ടോ എന്ന് പറഞ്ഞ് വാങ്ങി കൊടുക്കുന്നതും താക്കീത് ചെയ്യുന്നതും അദ്ദേഹം തന്നെ പറയാം. ഇത് പറയുന്ന സമയത്ത് ഒരുപാട്, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഒരുപാട് തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായി. ഉദാഹരണമായി കേരളത്തിൽ ഒരു സ്ഥലത്ത് ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചപ്പോൾ അടുത്ത ആഴ്ച തൊട്ടടുത്ത പള്ളിയിലെ ഖത്തീബ് വന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അബദ്ധമാണ്, അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് ഇവിടെ നടത്തി. ജനങ്ങളാകെ ആശയക്കുഴപ്പത്തിലായി. അതിനുശേഷം മറ്റൊരു പണ്ഡിതൻ വന്നിട്ട് രണ്ടുപേരെയും കൂടി കോംപ്രമൈസിലാക്കിക്കൊണ്ട് മറ്റൊരു ക്ലാസ് നടത്തി. അതേപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ വെച്ചിട്ട് കിലോമീറ്ററിൽ യാത്ര ചെയ്ത് അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തുമ്പോൾ അവിടെ നിന്ന് മറുപടി, ക്ലാസ് വേണ്ട, നമുക്ക് പിന്നീട് അറിയിക്കാം, നമുക്ക് ഖുർആൻ ശാസ്ത്രം വെച്ചൊരു ക്ലാസ് എടുക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ മടക്കി അയക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ ഞാൻ ഇത് വാസ്തവത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കൽ നിലമ്പൂർ വെച്ച് ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു സഹോദരൻ കൊണ്ടുവന്നിട്ട് എനിക്ക് അൽ ഇസ്ലാഹിന്റെ ഒരു കോപ്പി തന്നു. മാർച്ച് 2001 അൽ ഇസ്ലാഹിന്റെ കോപ്പി തന്നു. കോപ്പി തന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം വേദന തോന്നി. കാരണം ഞാൻ ഇത് എഴുതിയ ലേഖകന്റെ പേര് അബു മുബീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ധാരാളം എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത് കേരളത്തിലെ മുസ്ലിങ്ങളിടയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കൃതിയാണ്. ഇതില് ഇതുപോലെ ഗുരുതരമായ ഒരു പിഴവ് വന്നതിൽ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് അന്ധവിശ്വാസങ്ങളും വിഡ്ഢിത്തങ്ങളും എല്ലാം എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അൽ ഇസ്ലാം പോലെയുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനൊരു ലേഖനം വന്നതിൽ വിഷമം തോന്നി. എന്തെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളെയെല്ലാം എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ നിസ്സാരമാക്കി തള്ളിക്കൊണ്ടാണ് അതിനകത്ത് ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത് അവരെ കൂട്ടത്തിൽപ്പെട്ട ഉത്ബുദ്ധനായ ഡോക്ടറുടെ വാക്കാണ്.
ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും വികലമാക്കി ചിത്രീകരിച്ച് കുറെ ആചാരങ്ങളെ കുറിച്ച് അനാചാരങ്ങളാക്കുകയും അനാചാരങ്ങളെ ആചാരങ്ങളാക്കി മാറ്റുകയും മൈക്ക് കിട്ടിയാൽ എതിർക്കുകയും ചാൻസ് കിട്ടിയാൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു തരം അനിസ്ലാമികമായ പ്രവണത. ഇതാണ് സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷപ്രകാരം നോക്കിയാൽ യഥാർത്ഥത്തിൽ തൗഹീദ് പറയാനുള്ള ചാൻസ് പോലും ഇവർക്ക് നഷ്ടപ്പെട്ടു. മുഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന ആളുകൾ ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ അകത്താകുന്ന പറയുന്നത്. അതുകൊണ്ട് ശരിക്കും നമ്മളെ മുമ്പിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉത്തരം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയത് ഞാൻ കൂടുതൽ വാള് പറയുന്നില്ല. അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പണ്ഡിതന്മാർ നടത്തുന്ന ഒരു വിഷയാവതരണം കുറച്ചേരം കൊണ്ട് കേൾക്കുക. ആ വിഷയം പെട്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇതിനോട് സഹായം തേടാൻ പറ്റുമോ? സഹായാർത്ഥന അതെഴുതി വിഷയം തീർന്നു. ജിന്നിനോട് സഹായാർത്ഥന എഴുതിക്കോ. മുഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ അല്ല, ജിന്നിനോട് സഹായം തേടുന്നു നിങ്ങൾ. ഈ സഹായാർത്ഥന അതാണ് ഇവിടെയുള്ള വിഷയം. അത് നിങ്ങൾ തെളിയിക്കും. നിങ്ങൾ എഴുതിയിട്ടുണ്ട് കൃത്യമായി. അതുകൊണ്ട് അത് ഞങ്ങൾ പറയുന്നു മുഹിയുദ്ദീൻ ഷേഖെ സഹായിക്കണേ, ഇത് ശിർക്കല്ല എന്നാണ് ഞങ്ങളെ വാദം. അതുപോലെ തന്നെ പള്ളിപ്പടി ഉപ്പാപ്പ സഹായിക്കണേ, അത് ശിർക്കല്ല ഞങ്ങളെ വാദം. അതോടൊപ്പം തന്നെ എഴുത് എന്ത് മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ, ഇത് ശിർക്കല്ല എന്ന് നീ പറയണേ, അതല്ലേ വാദം. അത് കൃത്യമായി എഴുതിയാൽ വാദപ്രതിവാദത്തിന് 10,000 ശക്തിയോടെ ഞങ്ങൾ റെഡി. കറക്റ്റ് പറഞ്ഞു. അപ്പോ ഇപ്പൊ ഏകദേശം കാര്യത്തോട് അടുത്തപ്പോ നിറം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആദ്യം നമ്മൾ എഴുതിയ അല്ലെങ്കിൽ ഇവിടെ ISMന്റെ SSFന്റെ ആളുകൾ എഴുതിയ ഒരു പിന്നെ തീരുമാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് വെച്ചാണ് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നത്. പക്ഷേ അത് ചർച്ച ആദ്യം നമ്മൾ തുടങ്ങിയത് തന്നെ ആളിന്റെ എണ്ണം പറഞ്ഞിട്ട് അങ്ങനെ കുറെ പോയി. പിന്നെ വിഷയം അതിനിടയ്ക്ക് ചാടി വിഷയത്തിലേക്ക് കയറി കുറെ ഇസ്ലാഹൊക്കെ എടുത്ത് പിന്നെ കുഞ്ഞിമരുടെ ബുക്കൊക്കെ എടുത്ത് അങ്ങനെ അതിന്റെ പുറകെ കൂടാൻ നോക്കി. അതൊന്നും നടന്നില്ല. അവസാനം പിന്നെ ഇവിടെ ജിന്നിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജിന്നും കൂടെ കൂട്ടിക്കൊടുത്തു. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിവാകണം എന്ന ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും അത് നടക്കില്ല. ഞങ്ങളുടെ വാദം ഞങ്ങൾ വ്യക്തമായി ആദ്യം ഇവിടെ ചക്കരപ്പറമ്പിൽ നടക്കേണ്ട സംവാദം, ആ സംവാദത്തിന്റെ കരാറ് ഇവിടെ ആ കരാറ് അതിന്റെ വാദം വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ നമുക്ക് പിന്നെ സംവാദം നടക്കണം. അത് കൃത്യമാണ്. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പഴുതങ്ങളെ കാക്കണേ എന്നിങ്ങനെ മൺമറഞ്ഞു പോയ ആളുകളോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്. ഇത് വ്യക്തമായി ഇന്ന് പറഞ്ഞതല്ല, നേരെ മറിച്ച് 29/8/2010 ISMന്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്തു. ഒരു പ്രയാസം ഉണ്ടായില്ല. അതിന് മറുവാദം എഴുതി തന്നു. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടി ഉപ്പാപ്പ കാക്കണേ ഇത്യാദി മൺമറഞ്ഞു പോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന വിഷയത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണെന്ന് SSFകാരും എഴുതി തന്നു. ഇപ്പോൾ വീണ്ടും ഇവിടെ ജിന്ന് വിഷയം ഉന്നയിച്ചുകൊണ്ട് ആ വിഷയത്തിൽ തൂങ്ങി ഈ സംവാദം മുടക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അതും നടപ്പാവില്ല. കാരണം ഇവിടെ ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ ചക്കരപ്പറമ്പ് ISMന്റെ ലെറ്റർ ഹെഡിൽ എഴുതി തരാൻ തയ്യാറാണ്. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടുത്തങ്ങളെ കാക്കണേ, എന്നതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാകുന്നു. 2 അല്ല 10,000 വാദപ്രതിവാദം ഞങ്ങൾ റെഡിയാണ്. എല്ലാ വിഷയത്തിലും വാദപ്രതിവാദങ്ങൾ എപ്പോഴും റെഡിയാണ്. സുമലവി ഇയാളെന്ന് പറഞ്ഞില്ലേ ഖുർആൻ തിരുത്തിയ വിഷയം ഞങ്ങൾ റെഡിയായി. നിങ്ങൾ റെഡിയായോ? ഇല്ലല്ലോ. ഞാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രവർത്തകൻ റെഡിയാക്കുക കഴിഞ്ഞോ? കഴിയില്ല. തോഹാമി സാധ്യമല്ല. ഞങ്ങൾ ഓരോ വിഷയം എങ്ങനെയാണ് ഒരു സംഘടിത വെക്കാത്ത എല്ലാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉമർ മൗലവിക്ക് ഈ വിഷയത്തിൽ ഒരു വാദമുണ്ടായിരുന്നു, കുഞ്ഞീദ് മദനിക്ക് ഒരു വാദമുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ പോയിപ്പോ? നിങ്ങൾ എവിടെ ഉള്ളത്? ഉമർ മൗലവി പറഞ്ഞത് പ്രാർത്ഥനയല്ല, സഹായാർത്ഥനയാണ്. സഹായം തേടൽ, ജിന്നിനോട് സഹായം തേടൽ, മലക്കിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് അയാൾ പറഞ്ഞത്. അത് നിങ്ങൾ വിട്ടോ? അത് തന്നെയാണ് മാറ്റമെന്ന് ഞങ്ങൾ പറഞ്ഞത്. വ്യക്തമാണ്. അതുകൊണ്ട് അനസ് മൗലവി നിങ്ങൾ ആ പറഞ്ഞുകൊണ്ടല്ലോ വിഷയത്തിലേക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് ഇറങ്ങി വരിക. ശരിയാവും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ പണിയെടുത്തിന് മുതലായിട്ടുണ്ട്. ഒരുപാട് വിഷയം ജിന്ന് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എന്നെ തോന്നിയല്ലോ നിങ്ങൾക്ക്. കാരണം എന്താ? നിങ്ങൾ അടിത്തറ മാന്തുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അവിടെ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. പറ്റൂല. എന്തുകൊണ്ട്? നിങ്ങൾ ഉമർ മൗലവി പഠിപ്പിച്ചത് പ്രാർത്ഥനയല്ല, സഹായത്തേട്ടമാണ്. കുഞ്ഞീദ് മദനി പഠിപ്പിച്ചത് സഹായത്തേട്ടമാണ്. അതുപോലെ തന്നെ അൽമനാർ പഠിപ്പിച്ചത് സഹായത്തേട്ടമാണ്. അതെഴുതിക്കൂടെ? അതെഴുതുന്നതിന് എന്താ ഒരു പ്രയാസം? അത് വ്യക്തമാണ്.
ഞങ്ങൾ പറയട്ടെ നിങ്ങളോട്, ജർമ്മനിയിൽ നിന്ന് ശരിക്കും ശ്രദ്ധിക്കണേ. നിക്ക് ജർമ്മനിയിൽ കേട്ടോ പ്രസംഗിക്കുന്ന ആൾ കേട്ടോളൂ. ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കാണോ അല്ലേ? വളരെ കൃത്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി പ്രഖ്യാപിക്കാം, ജിന്നുകളോടും മലക്കുകളോടുമുള്ള സഹായത്തേട്ടം അത് വൈബിയാണ്. കാരണം ആ രണ്ടു സൃഷ്ടിയും വൈബിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമാണ്. സൂറത്ത് അപ്പോ ഇത്രയും കാലം പറഞ്ഞു നടന്നിരുന്ന ആശയത്തിന് ഘടകവിരുദ്ധമായി മുയ്യിദ്ദീൻ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞാണ് സത്യത്തിൽ കൊട്ടപ്പുറം സംവാദം മറ്റൊക്കെ നടന്നത്. ഇപ്പൊ ജിന്നിറങ്ങിയപ്പോൾ നേരെ സഹായം ചോദിക്കാൻ തുടങ്ങി. അപ്പൊ നേർക്ക് നേരെ വന്നപ്പോൾ ആ തൗഹീദ് തന്നെ പൊളിഞ്ഞു. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, വോട്ട് ചെയ്യുന്നതോടുകൂടെ ജമാഅത്ത് ഇസ്ലാമിന്റെ തൗഹീദ് പൊളിഞ്ഞു, ജിന്നിറങ്ങിയതോടുകൂടെ മുജാഹിദിന്റെ തൗഹീദും പൊളിഞ്ഞു. അതോടുകൂടെ ഇത്രയും കാലമുള്ള ഇസ്ലാം പരിപൂർണമായിട്ട് മാറ്റുക. ഇനി നമുക്ക് വേറെ ദിവസങ്ങളില്ലാത്തത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ശരിക്കും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച സ്വഹാബാ കിറാം കേരളത്തിൽ നിന്നുണ്ടാക്കിയ പള്ളി ഞാൻ സൂചിപ്പിച്ചിരുന്നു മിനിയാന്ന്. ആ പള്ളികളിൽ ഇല്ലാത്തൊരു റൂം ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് അനാചാരം. അതേതാ? അതാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ്. മിനിയാനത്തെ മാധ്യമത്തിലും പറഞ്ഞത് പെണ്ണുങ്ങളെ പള്ളിക്ക് പറഞ്ഞേക്കാതിരിക്കല് മാനവികതക്കെതിരാണ്. എന്താ നിങ്ങൾ പറഞ്ഞേക്കാത്തത് എന്നാണ്. എന്നാൽ 1400 കൊല്ലത്തെ പഴക്കമുള്ള ഇസ്ലാം കേരളത്തിലെ പള്ളികൾ അതെടുത്തു നോക്കിയാൽ അവരാരും പള്ളിയിൽ പോയിട്ടില്ല. 1945 വരെ കേരളത്തിൽ ഒരൊറ്റ പെണ്ണും പള്ളി കണ്ടിട്ടില്ല. അതേ സമയത്ത് 21 തുടങ്ങിയ മുജാഹിദും 41 തുടങ്ങിയ ജമാഅത്തും അവരാരും പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ടില്ലെന്ന് മാത്രമല്ല, സാക്ഷാൽ ജമാഅത്ത് ഇസ്ലാമി നേതാവ് അബുല്ലാല മൗദൂദി പഠിപ്പിച്ചതെന്തെന്നറിയോ? പെണ്ണങ്ങനെ പള്ളിയിൽ പോകേണ്ടവൾ അല്ല എന്ന. മിനിയാനത്തെ മാധ്യമം കിട്ടിയ ചാൻസ് എവിടെയെങ്കിലൊക്കെ മുതലാക്കട്ടെ എന്ന് കരുതിയിട്ട് എഴുതി തുടങ്ങിയതാ. എന്തേ? മാനവികത പരിഗണിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെയും കൂടെ പള്ളിക്ക് കൊണ്ടുപോകണോ? അങ്ങനെയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ചെയ്തും മാനവികത പരിഗണിക്കുകയാണെങ്കിൽ 2 പ്രസവം ഭാര്യ നടത്തിയാൽ ഒരു 2 പുതിയാപ്പിളി നടത്തണോ? പറഞ്ഞുകൂടായികയില്ല. കുറെ പെണ്ണ് കാണാൻ കുറെ കാലമായി അങ്ങോട്ട് പോട്, ഇനി ആണ് കാണാൻ ഇങ്ങോട്ട് വരണോ? പറഞ്ഞുകൂടായികയില്ല. കുറെ കാലമായി പെണ്ണിന്റെ വാപ്പാന്റെ കൈ പിടിച്ച് പുതിയാപ്പിളകൾ നിക്കാഹ് ഏറ്റുവാങ്ങണേ, ഇനി പുതിയാപ്പളുടെ വാപ്പാന്റെ കൈ പിടിച്ച് പെണ്ണുങ്ങട്ട് ഏറ്റുവാങ്ങട്ടെ. എന്തേ? അവിടെ മാനവികത വേണ്ടേ? ആണ് പെണ്ണുപോലെയല്ല, പ്രകൃതിപരമായിട്ടല്ല, ബുദ്ധിപരമായിട്ടല്ല, മതത്തിന്റെ നിയമത്തിലുമല്ല, അനന്തരാവകാശത്തിലുമല്ല, എല്ലാറ്റിലും മാറ്റമാ. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ആ കാലഘട്ടത്തിൽ മുഹമ്മദ് സായിദിയ എന്ന പെണ്ണ് വന്നിട്ട് ചോദിച്ചില്ല, നബിയെ, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, നിങ്ങളെ കൂടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട് നബിയെ. അപ്പൊ റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞത് എന്താ? പെണ്ണെ, ഇന്നി അഅലമു അന്നകി തുഹിബ്ബീന സ്വലാത്ത മഅി, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഫസ്വലാത്തുകി ഫീ ഹുജ്റതികി ഖൈറും മിൻ സ്വലാത്തുകി ഫീ ദാരികി വസ്വലാത്തുകി ഫീ ദാരികി ഖൈറും മിൻ സ്വലാത്തുകി ഫീ മസ്ജിദി ഖൗമികി വസ്വലാത്തുകി ഫീ മസ്ജിദി ഖൗമികി ഖൈറും മിൻ സ്വലാത്തുകി ഫീ മസ്ജിദി ഹാദാ. നിനക്ക് പടച്ചോൻ തരുന്ന കൂലിയാണോ ആഗ്രഹിക്കുന്നത്? ആൾക്കാരുടെ വെരസനാണോ? ഇൻഷാല്ലാ ക്ലിപ്പ് ഇട്ടുതരാം. വെരസനേന്റെ കോലൻ സക്കരിസ്വലായി പറഞ്ഞത് അള്ള തരുന്ന കൂലിയാണ് ഉദ്ദേശമെങ്കിൽ ഉള്ളിൽ നിസ്കരിച്ചോ. മുഹമ്മദ് സായിദിയുടെ ഹദീസാണ്. ഇനി ഹദീസ് സ്വീകാര്യമല്ലെങ്കിൽ പർദ എന്ന കിതാബാണിത്. പെണ്ണുങ്ങൾ ധരിക്കുന്ന പർദ്ദയല്ല, ഉറുദുവിലെ പർദ്ദ എന്ന കിതാബിന്റെ പേരാണ്. സാക്ഷാ ജമാഅത്ത് ഇസ്ലാമി നേതാവ് അബുല്ലാല മൗദൂദി ഇറക്കിയ കിതാബാ. അതിന്റെ ഒറിജിനൽ കോപ്പി ഇതിൽ പറയും, നോക്കിക്കോളൂ നിങ്ങൾ. മസ്ജിദ് മേ ആനെ കി ഇജാസത്ത് और उसकी ഹുദൂദ്, പള്ളിയിൽ വരാനുള്ള സമ്മതവും അതിന്റെ പരിധികളും. മാലൂം ഹേ, ഇത് അറിയപ്പെട്ട കാര്യമാണ്. കെ ഇസ്ലാം മേ സബ്സെ അഹം ഫർദ് നമാസ് ഹേ, ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫർദ് നിസ്കാരമാണ്. और
अल्फाज में हुजूर मस्जिद और शिरकत की जमात को बड़ी अहमत दी गई है. നിസ്കരിക്കുമ്പോൾ ജമാഅത്തായി നിസ്കരിക്കുക പള്ളിയിൽ വെച്ചാവുക എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. മഗർ പക്ഷേ के बाब में जो अहकाम मर्दों के लिए है उनके बिल्कुल बरअक्स अहकाम औरतों के लिए है. ആണുങ്ങൾക്ക് ഏതൊരു നിസ്കാരമാണോ ഉത്തമം അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പള്ളിയിൽ വരുന്നിടത്ത് പെണ്ണിന്റെ നിസ്കാരം. മർദോं के लिए वो नमाज अफजल है, ആണുങ്ങൾക്ക് ഉത്തമം ഈ നിസ്കാരമാ. ജോ മസ്ജിദ് ജമാഅത്ത് के साथ हो, പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ടുള്ള നിസ്കാരം. औरतों के लिए वो नमाज अफजल है, പെണ്ണുങ്ങൾക്ക് ഉത്തമം ഏതാണ്? ഈ ഖൽവത്ത് ഈ ഖാലത്ത് മേ ഹോ, വീടിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള നിസ്കാരം. ഇത് പറയുന്നത് ആരാ? സമസ്തയുടെ പണ്ഡിതന്മാരല്ല, സാക്ഷാ ജമാഅത്ത് ഇസ്ലാം രൂപീകരിച്ച അബുല്ലാല മൗദൂദിയ. അല്ലാഹുവിന്റെ ഖുർആനിലും പറഞ്ഞത് അങ്ങനെയാ, വഖർന ഫീ ബുയൂതികുന്ന ഫലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ വലസിയതുപോലെ വലസരുത്, നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കണോ. ഇപ്പം പള്ളിക്ക് വരുന്ന പെണ്ണുങ്ങളെ പോരെന്താ? ജാഹിലിയ കാലത്തെ പോരേതാ? അത് ഞാൻ പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ജക്കരി സ്വലാഹി കേൾപ്പിച്ചു കൊടുക്കുക. പെട്ടെന്നാണ് പറഞ്ഞോട്ടെ രണ്ടും, അത് പഴയതും പിന്നെ പുതിയതും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം, നിങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, ജാഹിലിയ കാലത്തെ പോലെ നിങ്ങൾ അഴിഞ്ഞാടി നടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ മുസ്ലിം പെണ്ണുങ്ങൾക്കും ബാധകമായ കാര്യമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് റസൂൽ ജീവിച്ച്. ജാഹിലിയത്തിലെ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഔറത്ത് പുറത്ത് കാണിച്ച് നടക്കരുത്. നബി പറഞ്ഞിട്ടുണ്ട്, അൽ മർഅതു ഔറത്തുൻ ഫൈദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്താൻ. പെണ്ണ് മറിഞ്ഞിരിക്കേണ്ടവളാണ്. അവൾ പുറത്തിറങ്ങിയാൽ പിശാച് അവളെ കൂടുതൽ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കും, കൂടുതൽ വെളിപ്പെടുത്താൻ ശ്രമിക്കും. പെണ്ണുങ്ങൾക്ക് പ്രദർശന മനസ്സിൽ ആരുണ്ടായി കൊടുക്കുന്നതാ? പിശാചുണ്ടായി കൊടുക്കും. അതെ, സത്യം. പെണ്ണുങ്ങൾക്കുള്ള ഈ രംഗപ്രവേശം പിശാചുണ്ടാക്കി കൊടുത്തതാണ്. പക്ഷെ പിന്നെ ജമാഅത്ത് മുജാഹിദ് ഏറ്റെടുത്തു. ആ വിഷയം തുടക്കി കൊടുത്ത മുജാഹിദാണ്. അതൊരു ഈ പണി ബിലീസാണ്. അതെല്ലാം മഹാന്മാർ അംഗീകരിക്കാൻ പാടില്ലാണ് തുടങ്ങി കൊടുത്ത ബിലീസ്. ഏറ്റെടുത്തവര് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, സുജൂദ് അള്ളാഹിനോട് മാത്രം. ഇപ്പൊ എല്ലാവർക്കും നോട്ടീസ് ആണ്. നിങ്ങൾ തുടക്കം ഈ ബിലീസ്, പിന്നെ ഏറ്റത് മൗലിമാർ. പെണ്ണുങ്ങളെ പള്ളി പ്രവേശകനെ തന്നെ ഒരിക്കലും അവർ പുറത്തിറങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു പറഞ്ഞത്, അൽ ജസ്മു ബിത്തഹദീം. ഈ കാലഘട്ടം ഫിത്നയുടെ കാലമാണ്, അതുകൊണ്ട് ഹറാമ് തന്നെ. ഇനി പള്ളിക്ക് ഇപ്പം വരുന്ന പെണ്ണുങ്ങളെ കാലങ്ങൾക്ക് അറിയാം, വരുമ്പോ വേഗമായിട്ടും വരുന്ന നിൽക്കാർ കുപ്പായ അതിലുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഇറങ്ങേണ്ട കോരം മാട്ടം പോലെ പറയുന്നുണ്ട്. നിൽക്കുന്നതായി ഒന്നര കേട്ടോ. ഇപ്പൊ പല പെണ്ണുങ്ങളും പള്ളി പോകുന്ന വെള്ളിയാഴ്ച ജുമയക്കാന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ ഇറങ്ങുക, വാനിറ്റി ബാഗിൽ നിൽക്കാർ കുപ്പായം ഉണ്ടാകും, മുക്കാ കൈ പിന്നെ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ വിലസി നടന്നിട്ട് പള്ളിയിൽ ജുമയന്റെ നേരത്ത് ആ മുക്കാർ കുപ്പായ ഇട്ടിട്ടാണ് പള്ളിക്ക് കയറുക. അവിടുന്ന് ഇറങ്ങിയ ആ നിൽക്കാർ കുപ്പായ അയച്ചിട്ട് ബാഗിൽ തന്നെ വെക്കുക. സുഗന്ധം പൂശി പൗഡർ ഇട്ട് കൺമശി എഴുതി ആളുകൾ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പോകാൻ പാടുണ്ടോ? വീട്ടിൽ നിറങ്ങാൻ പാടുണ്ടോ? ഭയങ്കര തെറ്റല്ലേ അത്? അത് നിയന്ത്രിക്കാൻ ആരാ സുഹൃത്തുക്കളെ? നമ്മൾ നിയന്ത്രിക്കേണ്ടത് എല്ലാ പെൺകുട്ടികളെ കയ്യിലും മൊബൈലാണ്. എല്ലാ ഓട്ടോറിക്ഷക്കാരും നമ്മൾ പോലെയൊക്കെ ഉണ്ടാവും. നിങ്ങള് ഇത് ആരോടത് പറയാൻ? ആരോടാ നമ്മൾ സങ്കടം പറയാ? ആരോടാ പറയണേ അല്ലേ? ആലോചിക്ക നിങ്ങള്, ആരോടാ ഈ സങ്കടം പറയാ? അല്ലേ നമ്മക്കും സങ്കടപ്പം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ കൂടിച്ചേരാൻ നിങ്ങളൊപ്പം പെണ്ണുങ്ങളൊന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാണ് ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്ന ആൾക്കാരെ പറയണത്. അതുകൊണ്ട് തന്നെ ജുമാ ജമാഅത്ത് 45 ശേഷം തുടങ്ങിയ മുജാഹിദ് തന്നെ ഒരിക്കൽ പറഞ്ഞു നിർബന്ധ, പിന്നെ പറഞ്ഞു സുന്നത്ത, പിന്നെ പറഞ്ഞു ഹലാല, പിന്നെ പറഞ്ഞു മുബാഹ. ഇപ്പൊ എന്തെത്താ പറയേണ്ടത് നോൽക്കാൻ അറിഞ്ഞുകൂടാ. സമ്പാദത്തിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അതിന്റെ രസം. പി എടുത്ത അൽസിനിമാരുമായിട്ട് മൗലിമാര് സമ്പാദത്തിന് വേണ്ടി ഇരുന്ന് നോക്കുമ്പോൾ അവർക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയണില്ല. ആ രംഗത്ത് വെച്ച് നമ്മുടെ രണ്ടത്താണി ഫൈസൽ ഹാഷിനി നടത്തുന്ന ഒരു കരക്കുണ്ട്. ഒന്നര കോട്ടോളി കുറച്ചു നേരം ജുമയ്ക്ക് വരെ സ്ത്രീകൾക്ക് നിർബന്ധമാകുന്നു. കഴിഞ്ഞില്ല, നിർബന്ധമാകുന്നു എന്ന് മാത്രമല്ല, ആരെങ്കിലും ജുമയ്ക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവരെ അടിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ടത് ദീനറിയുന്ന ആളുകളുടെ ആണുങ്ങളുടെ ബാധ്യതയാകുന്നു. കഴിഞ്ഞില്ല, നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോലെ ആണിനും പെണ്ണിനും അനിവാര്യമാണ്. പോയിട്ടില്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ സുന്നത്തിനെ തിരസ്കരിക്കലാണ്. അള്ളാഹിന്റെ സുന്നത്തിനെ തിരസ്കരിച്ചാൽ കാഫിറാകുമെന്നാണ് അർത്ഥം.
എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഉപേക്ഷിച്ച് അങ്ങനെ പള്ളിയിലേക്ക് സ്ത്രീകൾ പോവാതിരുന്നാൽ അവർ കാഫിറുകളാകുന്നു. ആരാ പറയുന്നത്? MCC മൗലവി. ആ കാഫിറുകളാണ് എന്ന് പറഞ്ഞ കാഫിറുകളാണ് എന്ന് നേരത്തെ പറഞ്ഞ മുജാഹിദുകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയുമോ? ഇത് ഇസ്ലാഹി സെന്റർ പ്രസിദ്ധീകരിച്ച KNM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇസ്ലാഹി സെന്റർ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിൽ പറയുന്നു 198-ാമത്തെ പേജിൽ സ്ത്രീകൾക്ക് വീട് തന്നെ ഉത്തമം. സ്ത്രീകൾക്ക് വീട് തന്നെ ഉത്തമം. സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കാമെങ്കിലും വീട് തന്നെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തമം. ഉമ്മു ഹുമൈദ് സായിദി എന്ന സ്ത്രീ പ്രവാചക സന്നിധിയിൽ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കളുടെ കൂടെ നിസ്കരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്നത് എനിക്കറിയാമെങ്കിലും നിനക്ക് നിന്റെ വീട്ടിലുള്ള നിസ്കാരമാണ് നിന്റെ പള്ളിയിലുള്ള നിസ്കാരത്തിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞു. എന്നിട്ട് ശേഷം അതിക്കുറിപ്പിൽ പറയുന്നു, പള്ളിയിൽ വെച്ചുള്ള ജമാഅത്തുകൾക്ക് വലിയ പ്രതിഫലമുണ്ടായിട്ടും സ്ത്രീകളുടെ നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ചതാകുന്നതാണ് ഉത്തമമെന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. 2008-ലെ KNM-ന്റെ ഔദ്യോഗിക KNM-ന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. അപ്പോ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ കാഫിറാകുമെന്ന് പറഞ്ഞവൾ ഇപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കലല്ല വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമമെന്ന് പറയുന്നു. ആർക്കാണ് നിലപാടിൽ മാറ്റമുണ്ടായത്? നിങ്ങൾ മനസ്സിലാക്കണം. നിലപാടിലെ മാറ്റം ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവിടെ ഉമർ മൗലവി പറഞ്ഞു, നിർബന്ധമില്ല. സംവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോ പൈങ്ങോട്ടൂർ സംവാദത്തിന്റെ വ്യവസ്ഥയാണ് എന്റെ കയ്യിലുള്ളത്. നോക്കൂ നിങ്ങൾ, പൈങ്ങോട്ടൂരിൽ വെച്ച് പറഞ്ഞത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോലെ അനുവദനീയമാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, അനുവദനീയമെന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്താണെന്നാണോ വാജിബാണെന്നാണോ? അതല്ല വെറും മുബാഹ്, കൂലിയില്ല ശിക്ഷയില്ല അതാണോ? അപ്പൊ അവര് പറഞ്ഞു അത് എന്താണെന്നറിയുമോ? അത് അനുവദനീയമെന്നത് മുബാഹി എന്നതിന്റെ മലയാള പരിഭാഷയാണ്. അതായത് കൂലിയില്ല കുറ്റമില്ല. പൈങ്ങോട്ട് സംവാദത്തിന്റെ വ്യവസ്ഥയാണ് എന്റെ കയ്യിലുള്ളത്. ആർക്കാണ് നിലപാടിൽ മാറ്റമുണ്ടായത്? പറയണം നിങ്ങൾ. കഴിഞ്ഞില്ല ഇവിടെ വ്യവസ്ഥ എഴുതിയപ്പോഴോ പുതിയ വാദവുമായാണ് വന്നത്. എന്താ? അത് മുബാഹുമാണ് പുണ്യവുമാണ്. അന്തമുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അങ്ങനെ പറയുമോ? മുബാഹ് കൂലിയില്ല കുറ്റമില്ല, പിന്നെ പുണ്യോ കൂലിയുണ്ട് താനും. ഇങ്ങനെ ഒരു വാദം, ഒരു വിചിത്രമായ വാദമാണ് ഇവിടെ ഉന്നയിച്ചത്. ഇങ്ങനെ വ്യവസ്ഥകളിൽ നിലപാടുകളിൽ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നവർ, ഞങ്ങൾക്ക് നിലപാടിൽ എവിടെയാണ് മാറ്റം സംഭവിച്ചത്? ഞങ്ങൾ അന്ന് പറഞ്ഞതും പുണ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നതും പുണ്യമില്ല. പക്ഷെ പുണ്യമില്ലാത്ത കാര്യം ചിലപ്പോൾ ഹറാമാകാം, ചിലപ്പോൾ കറാഹത്താകാം. അതാണ് മഹാനായ AP ഉസ്താദ് ഹറാമാണെന്ന് പറഞ്ഞത്. ഇപ്പോഴും ഞങ്ങൾ ആ നിലപാടിൽ തന്നെയാണുള്ളത്. പക്ഷേ അത് നിബന്ധനകളുണ്ട്. മൊത്തത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയി നിസ്കരിക്കൽ അതിന് വിധി. അതാണ് ഞങ്ങൾ പറഞ്ഞത് പുണ്യമില്ല. പുണ്യമില്ലാത്തത് ചിലപ്പോൾ ഹറാമാകാം, ചിലപ്പോൾ കറാഹത്താകാം. അതിൽ നിലപാടിൽ മാറ്റമില്ല. പക്ഷെ നിങ്ങൾക്ക് നിലപാടിൽ മാറ്റമുണ്ടായി. ഞാൻ പറയുന്നു, ഷാഫി ഇമാം രണ്ടാമതായി പറഞ്ഞത് എന്താ? നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇത് വഹാബിമോര്യമാരെ മുമ്പിൽ നിർത്തിയിട്ട് പറയാൻ കൂട്ടരെ കുരുളകിന്റെ വില കൂടലും കുറയലുണ്ട്, റബ്ബർ ഷീറ്റിന് മാറി മാറിയലുണ്ട്, പെട്രോളിന്റെ വില കുതിച്ചു വരലുണ്ട്. അതേസമയം ഇസ്ലാമിക ശരീഅത്തും തൗഹീദും ഇങ്ങനെ മാറുന്നുണ്ടോ? എല്ലാ തറക്കെടുത്ത് വയ്ക്കാനും ഇങ്ങനെ തന്നെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇപ്പൊ ആശ്വസിക്കുന്ന ഖുത്ബന്റെ ഭാഷ മലയാളം. ഇത് റസൂലുള്ളാഹി കാണിച്ചതല്ല, സഹാബത്ത് കാണിച്ചതല്ല. ഖുർആനിൽ 1400 കൊല്ലത്തെ ചരിത്ര പാരമ്പര്യമില്ല. ഖുർആൻ ആയത്തും തെളിവില്ല. പിന്നെ ന്യായം പറഞ്ഞത് എന്താ? തിരിയണ്ടേ? നിങ്ങൾ അറബി കുത്തുബയായിട്ട് ആർക്കും തിരിയില്ല എന്ന് മാത്രമല്ല വല്ലാക്കിടക്കം കുത്തുന്ന ഉറങ്ങാണ് എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവര് പറഞ്ഞു നോക്കുമ്പം പല മലയാള പ്രസംഗം കേട്ടിട്ടും തിരിയണില്ല. ആൾക്കാർ കുത്തുന്ന ഉറങ്ങാന്നല്ല, പള്ളിക്ക് തന്നെ വരുന്നില്ല. അത് മൊഴി പറഞ്ഞോട്ടെ. നിങ്ങൾ ഇവരെന്നെ പറയാണ് ഇട്ടു ഇതൊക്കെ ജുമഅന്റെ കാര്യം. ജുമഅക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്തോടുത്ത കൂലി, പശുവിന് അറുത്തോടുത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുത്ബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളിക്ക് നോക്കിയ മാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. ആ മൂലക്കൊരാൾ ഇവിടെ, ഒരാള് രണ്ടാള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്. ഖുത്ബ പകുതിയായി, ഖുത്ബ രണ്ടാം ഖുത്ബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നെയ്യത്താക്കി വരില്ല, ഇങ്ങനെ എത്തിയിരിക്കും. അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞ ഓ ഞാൻ പറ്റ വലിയ ആളല്ലേ, മൗലവി കുത്തുബിയിൽ ഉണർത്തി ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ പറഞ്ഞ ഏത് മൗലവി ആയാലും ആചാരാനും വേണ്ട ഞാൻ കുത്തുബനെ അവഹേളിക്കണല്ലേ? മിമ്പറിന് കയറാൻ ആരാകട്ടെ? ജുമഅക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ.
എന്താ പിന്നെ അവസ്ഥ നമ്മൾ ആളുകൾ? ഖുത്ബന്റെ ഒരുപാട് ജുമാക്ക് ഒരുപാട് പുണ്യുണ്ട്, ഒരാഴ്ചത്തെ പാപം പൊറുക്കുന്നുണ്ട്. വെറുതെ ഇവിടെ വന്ന് തൂങ്ങി ഇറങ്ങി ചാരിക്കുത്തിരുന്നാലൊന്നും ഒരാഴ്ചത്തെ പാപം പൊറുക്കൂല. അതിന് ചില ആദാബുകളുണ്ട്, ചില ശുറൂത്തുകളുണ്ട്. അത് പാലിച്ചു വരണം. പല മഹല്ലുകളിൽ ഈ സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഖുത്ബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അതൊന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെയെങ്കിലും തട്ടിമുട്ടിയ ഖത്തീബ് നമുക്കൊരു 100 റുപ്യൊക്കെ ഒക്കണ ഒരാളെ കിട്ടണമെന്നാ പറയാ. അവർക്കിത് നടന്നു പോയാൽ മതി. എങ്ങനെയെങ്കിലും ഒരു നല്ല ഖത്തീബ് വേണം, നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം. ഇങ്ങനെ പറയാ, ഇടയ്ക്കൊക്കെ കരിപ്പിച്ച, ഇടയ്ക്കൊക്കെ ചിരിപ്പിക്കുക. നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ, വൃത്തികേടുകൾ, മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് ഖുത്ബല്ല. പല പഴയ മുജാഹിദ് മഹല്ലിൽ സ്ഥിതി എന്താണെന്ന് നിങ്ങള് മടവൂരിയും ജമാഅത്തും സുന്നിയും ഒക്കെ പാടലേലത്താണ്. ആ ഐക്യം പളയുന്ന മാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല. ഇപ്പൊ എനിക്ക് കോഴിക്കോട് ജില്ലയുടെ ഞങ്ങളെ ജില്ലന്റെ അങ്ങേ ഭാഗം നാദാപുരം, കല്ലാച്ചി, വാണിമേല് അങ്ങനെയൊക്കെ കുറെ സ്ഥലമുണ്ട്, ചീക്കോന്ന്. ആ ഭാഗത്തൊക്കെ പെരി ഞാൻ പറയില്ല, ചില മഹല്ലുകളൊക്കെ സ്ഥിതി അതാ. അവിടെ ഐക്യം തകരാൻ പാടില്ല. 25 കൊല്ലായി മുജാഹിദ് പള്ളിയിലുണ്ടോ എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല. ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു ഖുത്ബ അവിടെ പറ്റൂല, ഒരു പ്രസംഗം അവിടെ പറ്റൂല, ഒരു ക്ലാസ് അവിടെ പറ്റും. അപ്പോൾ എല്ലാവരും എല്ലാ ശൈത്താന്മാരും ഒന്നോ ജമാഅത്തും സുന്നിയും മടവൂരിയും ലീഗും ഒക്കെ പറയും. നമ്മളൊക്കെ ലീഗല്ലേ? ചിലർത്തതാണ് നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ? അപ്പൊ ലീഗും കോൺഗ്രസിനും MESലും MSലും ഒന്നേക്കാരം. അപ്പൊ പിന്നെ പലർക്കും പശ്ചാത്തലം പറഞ്ഞാൽ പോലെ ഒന്നാകും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. എന്നിട്ട് ഖുത്ബക്കെതിലും ഖത്തീബിനെതിലും തിരിയും. അങ്ങനെ ഒരു ചടങ്ങിൽ ഇങ്ങനെ നടന്നു പോയാൽ മതി വെള്ളിയാഴ്ച ഖുത്ബ. ഇതിലും നല്ല നമുക്ക് നബാത്തി ഖുത്ബ അല്ലേ കൂട്ടരെ? എന്തിനാ നബാത്തി ഒഴിവാക്കിയത്? ഇങ്ങനെ വായിച്ചാൽ ആർക്കൊന്നും തിരിയില്ല. അതാണല്ലോ, അത് മദീന നമ്മക്ക്. നമ്മൾ ഖുത്ബ മലയാളത്തിലാക്കണം എന്ന് പറഞ്ഞാൽ ഖുത്ബ മലയാളത്തിലായാൽ അതിന്റെ മാറ്റം നമ്മക്ക് ഉണ്ടാകണ്ടേ? ഞമ്മക്കിവിടെ ലീഗും കോൺഗ്രസും വളർത്തലോ MESും MSസും വളർത്തലോ അല്ല നമ്മളെ പ്രശ്നം. നമുക്ക് ദീന് ജനങ്ങളെ പഠിപ്പിക്കല. ദീന് പഠിപ്പിക്കാൻ ലീഗ് തടസ്സമാണെങ്കിൽ ലീഗിനെ മാറ്റി നിർത്തണം. കോൺഗ്രസ് തടസ്സമാണെങ്കിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തണം. MES MS നടത്താൻ മാറ്റി നിർത്തണം. നമുക്ക് ആദർശം ജനങ്ങൾക്ക് എത്തണം. മിമ്പറിൽ നിന്ന് യഥാർത്ഥ ദീനിന്റെ ശബ്ദം ജനങ്ങൾക്ക് കേൾക്കണം. നിങ്ങൾ പോലെ കുത്തുബന്റെ കോരാണ് പറഞ്ഞത്. ഇനി മഞ്ഞക്കവർ ഇട്ടൊക്കെ വാറുണ്ട്, ഇപ്പൊ പറയാൻ സമയമല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ പറയുക, നിങ്ങൾ 1400 കൊല്ലക്കാലത്തെ മുസ്ലിം പാരമ്പര്യത്തിന്റെ കടക്ക് കത്തിവെച്ച് യഥാർത്ഥ ആത്മീയത മുഴുവനും നശിപ്പിച്ചിട്ട് അവസാനം എത്തി ജുമല്ല, ഖുതുബല്ല, പെണ്ണില്ല, ഹിജാബില്ല, ഒന്നുമില്ല. എന്തിനേറെ പറയണം, മരിച്ച വീട്ടിൽ ദുആ പോലും നടത്താൻ പാടില്ല, മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ പാടില്ല. എന്ത് ഇസ്ലാമിന്റെ സംസ്കാരം കൂട്ടരെ? ഒരു മൗലവി പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ, മാതൃഭൂമി വായിച്ചാലും പാടില്ല, അള്ളാന്റെ ഖുർആൻ തൊട്ടുകൂടാ. എവിടെ? മരിച്ച മയ്യത്തിന്റെ അടുത്തെത്തുമ്പോഴേ ഒരു ഖുർആൻ പോലും ഓതാൻ പാടില്ല. മാതൃഭൂമിക്ക് കുഴപ്പമില്ല. ഇത് മുജാഹിദ് മാത്രമല്ല, തെബിലീഗും ജമാഅത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആദ്യം മുജാഹിദിന്റെ ഇട്ടുതരാം, എന്നിട്ട് തെബിലീഗുകാരൻ ഞാൻ ഇട്ടുതരാം. ഇൻഷാ അല്ലാഹ് മാതൃഭൂമി. ഇവിടെ ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിലൊരു സാധനത്തിന് കേട്ടില്ലേ? മൂപ്പരിയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ? ചോദ്യം എന്നറിയോ? ചോദ്യം അതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ, മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോരുത്, ബാക്കിയുടെ കേട്ടോ എന്താ പറയുന്നത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ കാരണം? ഒരാള് നമ്മളോട് ചോദിക്കാണ്, കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയുമായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ, നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്നവരാണോ? ആ ആളുകൾ മനസ്സിലാക്കുക, നമ്മൾ പറയും ഖുർആൻ വായിക്കല് തെറ്റും, മാതൃഭൂമി വായിക്കല് കുഴപ്പമില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പോ കക്കൂസിൽ കയറിയിട്ട് ഖുർആൻ ഓതും പോലെയാണ് മുജാഹിദ് മരിച്ചോത്ത് ഖുർആൻ ഓതല്. ഞാനല്ല, ചങ്ങായി പറഞ്ഞാണ് ഇപ്പൊ കേട്ടത്. നിങ്ങള് എന്താ തെളിവ് പറഞ്ഞത്? ഒരു മരിച്ചെടുത്ത് ഖുർആൻ ഓതലോ നല്ലത്, മാതൃഭൂമി വായിക്കോ നല്ലത്? കരിമ്പിലാക്കൽ എന്നാണ് മഴ ഗ്രൂപ്പാണ്. ഓൻ വിവരില്ലേലോ ഓൻ പറഞ്ഞത് ഖുർആൻ ഓതാൻ നല്ലതാ. എന്നോടാണ് ഞാൻ എന്ത് പറയും, ഖുർആൻ വായിക്കാൻ നല്ലത്. തെളിവെന്താണ്? ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നല്ല, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിന്നല്ല. കക്കൂസിൽ കയറിയാൽ ഖുർആൻ വായിക്കണം നല്ലത്, മാതൃഭൂമി വായിക്കണം നല്ലത്.
അവിടെ രണ്ടും നല്ലതല്ല. കക്കൂസ് കയറിയിട്ട് അത് വായനശാലയിലാണ് പത്രം വായിക്കണ്ടേ, ഖുർആൻ വായിക്കണ വേറെ അന്തല്ലേലോ, അന്തല്ലേലോ സത്യം. കക്കൂസ് പോണ പത്രം വായിക്കാനാ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നെന്താ നിങ്ങള്, മരിച്ചിടത്ത് ഖുർആൻ പോലും ഓതാൻ പാടില്ല. അള്ളാന്റെ റസൂലിന്റെ ചര്യയും സ്വഹാബത്തിന്റെ ചര്യ മുഴുവനും പാടെ തൊഴിൽ കടിച്ചു. വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ തെബിലീഗ് ജമാഅത്തിന്റെ ആളുകളോ അവരും അങ്ങനെ തന്നെ മരിച്ചോടത്ത് ഓതാൻ പാടില്ല എന്ന് തന്നെ ഒരു ധാരണ. ഒരപ്പാക്ക ഈ തെബിലീഗാരെങ്കിലുമല്ല ആര് പറഞ്ഞു കേട്ടോളൂ, തെബിലീഗിന്റെ കൗൺസിലിന്റെ പറയണത് ാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സഹാബത്തിൽ നിന്നോ മരിച്ചുപോയ ആൾക്ക് ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് കാണാത്ത ഉണ്ടാകാത്ത ഒരമലാണ് ഖുർആൻ ഓതി പാരായണം ചെയ്ത് ഹദിയ ചെയ്യുക എന്നുള്ളത്. നബിയിൽ നിന്നുണ്ടായിട്ടില്ല, സഹാബത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. പച്ച കളവാണ് പറഞ്ഞത്. അർറൂഹ എന്ന് പറയുന്ന കിതാബാണിത്. ഈ കിതാബിൽ 3 സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്, മരിച്ചുപോയ ആളുകൾക്ക് ഫാത്തിഹ ഓതാം, ഖുർആൻ ഓതാം, സ്വതക്ക കൊടുക്കാം, ഹദിയ ചെയ്യാം. എന്തല്ല വകാനത്തിൽ അൻസാറു ഇദാ മാതലഹുൽ മയ്യിതു യഖ്തലിഫൂന ഇലാ ഖബ്രിഹി യഖറൂനൽ ഖുർആൻ. നബി തങ്ങളുടെ സ്വഹാബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ ആ മരിച്ച സ്വഹാബിക്ക് വേണ്ടി ഖുർആൻ ഓതാൻ ഊഴം വെച്ചിട്ടാണ് കബറും പുറത്തേക്ക് പോയിരുന്നത്. പക്ഷേ തെബിലീഗ് ജമാഅത്തിന്റെ നേതാവ് പറയുന്നു, നബി ചെയ്തിട്ടില്ല, സ്വഹാബത്തും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ഇത് തെബിലീഗുകാർക്ക് ഖുർആൻ അത് മാത്രമല്ല, മരിച്ച ആളെ താടി കെട്ടലും സുന്നത്തില്ല, അതും അനാചാര. രസമുണ്ട്. ഇയാൾ ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പം മയ്യത്ത് പരിപാലനത്തെ പറ്റിയ ക്ലാസ്. അപ്പൊ താടി കെട്ടണ്ട എങ്ങനെയെന്ന് പറഞ്ഞ് മയ്യത്തിനെ കടത്തി. അങ്ങനെ താടി കെട്ടണ്ട ശരിക്കും ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങോട്ടാളെ കെട്ടണ്ട്. അപ്പോഴല്ലേ അത് നിൽക്കുക. ഇത് തെങ്ങുംകറ പിടിച്ചിട്ടമാര് ഇങ്ങനെ ഇങ്ങോട്ട് ഇതിൽ കൂടെയൊക്കെ കെട്ടിയാ എങ്ങനെ മയ്യത്തിനെ നിൽക്കാനാ? ഇയാൾ അങ്ങനെ കെട്ടിയാലും ശരി കെട്ടി ശരിയാവൂല, കഴുത്തിന് മുറുകും. ലാസ്റ്റ് ഇയാൾ വന്നു ഈ കെട്ട് സുന്നത്തല്ല. ആര്? തെബിലീഗ് നേതാവ് വന്നിട്ട് കൊടുക്ക് കണ്ടോളി നിങ്ങൾക്ക് ആ താടി കെട്ടുന്ന ഘോരം. നോക്കിക്കോളി. എങ്ങനെ കെട്ടിയാൽ നിൽക്കൂല. നിങ്ങൾ കെട്ടിക്കോ മറ്റാളെ കെട്ടാൻ ഏൽപ്പിക്കുക. 8 ദിവസവും പിന്നെ കഴുത്ത് മുറുകും. ഈ കെട്ട് സുന്നത്തൊന്നുമല്ല. ആ കെട്ട് സുന്നത്തല്ല, ഉറപ്പ് തന്നെയുണ്ട്. ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏത് ചില കാര്യങ്ങൾ മയ്യത്തിനോടുള്ള ആദരവിന്റെ പേരില് മയ്യത്തിന് ഈ കെട്ട് സുന്നത്തല്ല, അത് കഴുത്ത് മുറുകണ കെട്ടാൻ. അത് പോലീസുകാരെന്നാ വേറെ കേസ് കൊടുത്തത് സാധ്യതയുണ്ട്. ചിലപ്പോ ഇയാൾ കെട്ടിട്ട് എങ്ങനെയാന്ന് അറിയണ്ടേ? നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ മരിച്ചെടുത്തത് വരക്കാൻ പറ്റൂല, മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ പറ്റൂല, താടിയും കെട്ടാൻ പറ്റൂല, പണ്ടും പറഞ്ഞു ഇങ്ങനെ അല്ലേ? അടച്ചു നോക്കാൻ നിങ്ങൾ തെബിലീഗുകാരൊക്കെ എങ്ങാനും മയ്യത്ത് ഏൽപ്പിച്ചു കൊടുത്ത ഇപ്പൊ പൊട്ടാമത് കാര്യം നിൽക്കുകയാണ് മയ്യത്തുകൻ. ഈ സുന്നത്തൊന്നുമല്ല. ഇവർ ആ ജനങ്ങൾ നന്നാക്കാൻ നടക്കും, നോക്കണം നിങ്ങൾ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ മരിച്ചിടത്ത് ഖുർആൻ ഓതാൻ പറ്റില്ല, മയ്യത്തിന് ദ്വാർക്കാനും പറ്റൂല. മരിച്ച മയ്യത്തിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ? മുറിച്ചിട്ട് തേക്കിന്റെ കുറ്റി മില്ലിക്ക് കൊണ്ടുപോകും പോലെ ആ രീതിയിൽ കൊണ്ടുപോകാൻ തോന്നിയപ്പോ പ്രമാണങ്ങൾ വെച്ചിട്ട് നമ്മൾ പ്രസംഗിച്ചപ്പോ മൗലവിമാർക്ക് തോന്നി യാതൊരു രക്ഷയില്ല. ലാസ്റ്റ് ഘട്ടത്തില് ഒരു മൗലവി സമ്മതിക്കേണ്ടി വന്നു, മരിച്ചു കൊടുത്ത് ദ്വാരക്കാം. മയ്യത്ത് ഇങ്ങനെ കണ്ടുപോരുന്നതിൽ പുണ്യൊന്നുമില്ല. അവിടെ ദ്വാരക്കുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ടേ മുഅ്മിനീങ്ങളെ. കുടുങ്ങിയപ്പോ നമ്മൾ മുമ്പിൽ സമ്മതിക്കുകയാണ്. അന്ന് കേട്ടോളി, നല്ല അതിന്റെ ശൈലിയിൽ ചെന്നിട്ട് ഇപ്പൊ എന്താന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. കേട്ടോളി, നമ്മൾ ഷാർജ ശൈഖിന്റെ വെള്ള മരിച്ചാൽ അവിടെ ദ്വാരക്കണോ, നമ്മൾ കാണാത്ത മലക്കുകൾ ആമീൻ പറയാണ്ട്. നമ്മളിത് പറഞ്ഞപ്പം മയ്യത്തിന്റെ അടുക്കൽ ചെന്നാലും എന്താ വേണ്ടത്? പ്രാർത്ഥിക്കാം. മയ്യത്തിനെ കാണുമ്പോ നമ്മൾ വെറുതെ മയ്യത്ത് കണ്ടു പോരലല്ല സുന്നത്തുള്ളത്. മയ്യത്ത് കണ്ടു പോരലിൽ ഒരു വലിയ പുണ്യമൊന്നുമില്ല സുഹൃത്തുക്കളെ. ജനാസയുടെ അരികിൽ നമ്മൾ ഹാജരാകുമ്പോ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലദാ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ റസൂലുള്ളാഹി അബൂ സലമത്തിന്റെ അരികിലേക്ക് പ്രവേശിച്ചിട്ട് അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ദുആ ചെയ്ത സംഭവം നമുക്ക് സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത
വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങിയിട്ട് കുറെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീഹി അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, അബൂസലമത്തിന്റെ ദറജ നീ എത്തിക്കൊടുക്കണേ, അബൂസലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂസലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ടേ, നമ്മൾ കാണാത്ത മലക്കുകളുണ്ടേ മുഅ്മിനീങ്ങളെ. ഞങ്ങൾ ഉസ്താദുമാരത് പണ്ടേ പറയുന്നുണ്ട്, മണ്ടമ്മൗലിമാരെ ഞങ്ങൾ ഉസ്താദുമാർ പണ്ടേ പറയുന്നുണ്ട്. കാരണം അള്ളാന്റെ റസൂൽ ചെയ്ത് കാണിച്ച ചര്യയാണത്, സ്വഹാബത്തിന്റെ ചര്യയാണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മരിച്ച വീട്ടിൽ പോയാൽ ഇപ്പൊ പൊട്ടാമസനെ കാണുന്ന LP സ്കൂളിലെ കുട്ടികളെ പോലെ മൂക്കത്ത് കൈവച്ച് പോരാറില്ല. ഇന്നലെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ എനിക്ക് ഫോൺ വന്നില്ലേ, നാട്ടിൽ ആൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇവിടുന്ന് വാളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി ഞാൻ ചെല്ലുമ്പോ പ്രവർത്തകന്മാർ കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാരും കൂട്ടിയിട്ട് നന്നാക്കി വേണ്ടിട്ടാ ഞാൻ പിന്നെ സ്ഥാപനത്തേക്ക് മടങ്ങിയത്. ഇത് ഞങ്ങൾ അവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാ. ഞങ്ങളാരും മരിച്ചെടുത്ത് പോയാൽ വെറുതെ കണ്ണു തുറപ്പിച്ച് പോരാറില്ല, കബറും പുറത്ത് പോയാൽ വെറുതെ പോരാറില്ല. ഞങ്ങൾ ദ്വാരക്കാരാണ് പതിവുള്ളത്, ഞങ്ങൾ മയ്യിത്ത് കൊണ്ടുവന്ന് ദിക്ർ ചെല്ലാറാ പതിവുള്ളത്. അത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, ശിർക്കാണെന്നല്ലേ ഇത്രയും കാലം പറഞ്ഞു നടന്നത്. എന്നിട്ട് എന്റെ ഉത്തരമുട്ടിയവ പറയേണ്ടി വന്നു, പോരാ ഇതിപ്പോ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു മൗലവി മരിക്കുമ്പോ, ഒരു മുജാഹിദ് മരിച്ചാൽ, ഒരു ജമാഅത്തുകാരൻ മരിച്ചാൽ, ഒരു തബ്ലീഗുകാരൻ മരിച്ചാൽ അവിടെ അങ്ങനെ പ്രാർത്ഥന നടക്കാറുണ്ടോ? ഇല്ല, ഇല്ല എന്നല്ല. മരിച്ച മയ്യത്തിനെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടും കൊണ്ട് പോരുമ്പോ കബറമ്പുറത്ത് പോലും പോകാണില്ല. മക്കൾ ആ ബാപ്പ കൊടുത്ത സമ്പത്തും കേട്ട് നടക്കുമ്പോ കബർ കിടക്കണ ബാപ്പ മകനിങ്ങനെ പോകുമ്പോ കബറൊന്ന് ബേജാറായിട്ട് ജനബത്തി കബരി കനകാരി ബിലം യഗ്രിഫുനി എന്ന് എനിക്ക് വേണ്ടി ദ്വാരക്കാത്ത മകനെ കുറിച്ച് കബറിൽ കടന്ന് പാടുമത്രേ. എന്റെ വേളല്ല, സാക്ഷാൽ മൗലവിന്റെ വിലാപം. കേട്ടോളൂ നിങ്ങൾ. അന്റെ കണ്ണെട്ടി കാലെട്ടി എന്നൊക്കെ പറയാൻ കാരണം കുടുംബജീവിതത്തെ പറ്റിയുള്ള അഭിപ്രായമില്ല. ഓനക്ക് വെറും റസൂലുള്ളാഹിനോട് ഒരു സഹാബി കൊണ്ട് പറഞ്ഞു, നബിയെ ഓള് പ്രസവിക്കൂല, എനിക്ക് കല്യാണം കഴിച്ചു തരുമോ ചോദിച്ചു. നബി കഴിക്കണ്ട പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചു കല്യാണം കഴിക്കുന്നതിനാ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാവണം വേണ്ടേ? പ്രായമാകുമ്പോ നമ്മളെ ശ്രദ്ധിക്കാൻ 4 ആള് വേണ്ടേ? നിങ്ങളെ മയ്യത്തുണ്ടാൻ ആള് വേണ്ടേ? നിങ്ങളെ കബറിങ്ങലൊന്ന് ദ്വാ ചെയ്യാൻ ആള് വേണ്ടേ? ഇപ്പൊ അതിന് ആരാ കബറിങ്ങ പോക്ക്? ബാപ്പ മരിച്ചാല് മോൻ വലിയ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. ഒരു നേരം പോലും ബാപ്പന്റെ തിരിഞ്ഞൊക്കില്ല. എന്നാ ബാപ്പ മരിച്ച വിവരം ഉമ്മ പറഞ്ഞു കൊടുക്കും മക്കൾക്ക്, മോനൊന്ന് പൊയ്ക്കാള്. ഇമാം ഗസാലി പറഞ്ഞ പോലെ അടുത്ത ബന്ധുക്കൾ കബറിന്റെ അടുത്തൂടെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടാ ഈ കിടക്കുന്നത് ഇപ്പയാണ് എന്ന്. ഓർക്ക് അറിഞ്ഞൂടാ അത് ഉമ്മയാണെന്ന്. ആർക്കും അറിഞ്ഞൂടാ. കബറിന്റെ അടുത്തൂടെ എല്ലാവരും പോകുന്നുണ്ട്. വടുക്കത്തോ കുത്തി അങ്ങനെ ഫുൾ ടോപ്പിൽ വണ്ടിയും കാറും വെച്ച് ഓടുന്നുണ്ട്. ജന്മം നൽകി ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്ന മാതാപിതാക്കൾ യാത്ര ചോദിച്ചിട്ട് ചോദിക്കാൻ ആളില്ല. ഒരു നേരം പോലും വന്ന് പ്രാർത്ഥിക്കാൻ ആളില്ല. അതല്ല നമ്മളെ മക്കള് കേട്ടോ. മക്കൾക്ക് പിന്നെ എന്താ താല്പര്യം എന്നറിയോ? ബാപ്പാക്കത്ര സ്വത്തുണ്ട്, അത് വീഴ്ച എന്ത് കിട്ടും അത് നോക്കുന്ന തിരക്കില്ല അല്ലേ? ബാപ്പാക്ക് എന്ത് കടണ്ട് അന്വേഷിക്കാൻ മക്കളില്ല. ഉണ്ടോ? അങ്ങനത്തെ മക്കളല്ല. അപ്പൊ നല്ല കുടുംബം. ഞാൻ പറയട്ടെ, ഈ മക്കൾ ആരാണോ പോറ്റി വളർത്തിയത്? മരിച്ച ബാപ്പാക്കൊരു ഫാത്തിഹ ഓതിക്കൂടാ, മരിച്ച ബാപ്പാക്ക് ഖുർആൻ ഓതിക്കൂടാ, ബാപ്പാനെ കബർമർത്ത് വന്ന് കയ്യൊന്നിച്ചുകൂടാ, മുസ്ലിയാക്കന്മാരെ ക്ഷണിച്ചുകൂടാ, മരിച്ച ബാപ്പാക്കൊരു സ്വതക്ക കൊടുത്തുകൂടാ. ബാപ്പാന്റെ പേരിലെങ്ങാനും ആ ബാപ്പ വെച്ച് പിടിപ്പിച്ചുണ്ടാക്കിയ തെങ്ങുണ്ട്, ആ 10 തെങ്ങിൽ നിന്നിട്ട് ഒരു 10 തേങ്ങ പറിച്ചിട്ട് ആ തേങ്ങ ചുരണ്ടിയിട്ട് ശർക്കരയും ചീരുള്ളിയും
ലേശൗലും ചേർത്തിട്ട് ഔലും വെള്ളം കൊടുത്താൽ എന്തിനാ ഇത്? ബാപ്പാക്ക് കൂലി കിട്ടാനാ. ബാപ്പയുടെ പേര് ഞാൻ സ്വതക്ക കൊടുക്കട്ടെ തീരുമാനിച്ചാൽ ശിർക്കായി പോയി. മരിച്ച ഉമ്മാക്ക് വേണ്ടി ഒരു പാർട്ടിയെ വിളിച്ചാൽ വിദേഹത്തായി പോയി. അതുപോലെ മരിച്ച വല്യപ്പ മരിച്ച ദിവസം വരുമ്പോ ഒരാണ്ട് നടത്തിയാൽ അനാചാരമായി പോയി. ഇത് കുട്ടികളെ പഠിപ്പിച്ചതാരാ? ഇപ്പൊ എന്നിട്ട് പറയാത്ത മുറു ജനബാത്തി കബിരി കനാകാരി ബിലം ജൈരി പുനീദബിൽ മീറാത്തി യഖ്തസിമൂന മാലി. എന്റെ കബറും പുറത്താരും വരുന്നില്ലല്ലോ, എന്റെ കടമാരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കബറിൽ കടന്ന് വിലപിക്കുമെന്ന് സാക്ഷാം മൗലിയുടെ പ്രസംഗമാണെങ്കിൽ ഇക്കഴിഞ്ഞ 4 ദിവസമായി എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, നാളെ കബറിൽ കടന്ന് ഈ മൗലവി പാടിയതുപോലെ വിലാപകാലം പാപകാവ്യം പാടാതിരിക്കണോ? മരിച്ച നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആള് വേണോ? നിന്റെ മയ്യത്തിനടുത്ത് ഖുർആൻ ഓതാൻ മക്കള് വേണോ? സുന്നിയായിക്കോ. നിനക്ക് നാളെ സ്വർഗത്തിൽ പോകണോ ഉമ്മമാരെ? നേരത്തെ സക്കരിയ സുലാഹി പറഞ്ഞതുപോലെ ലിപ്സ്റ്റിക് പതിച്ച് മുക്ക കൈ കുപ്പായം ധരിച്ച് പള്ളിയിലേക്ക് പേരും വന്ന് ഇറങ്ങി ജാഗിരിയാക്കാലത്തെ പെണ്ണുങ്ങളെ പോലെ ഇറങ്ങി നടക്കണ്ട. പകരം നിങ്ങളുടെ നേതാവായ ഫാത്തിമത്തുൽ സുഹ്റാ റളിയല്ലാഹു തആല അൻഹാ മഗ്ദി റസൂലുള്ള വഫാത്തായ ശേഷം 3 മാസം കഴിഞ്ഞപ്പോ അസ്മാ ബീവിയും ആയിഷ ബീവിയും നിൽക്കുന്ന രംഗത്ത് വെച്ചിട്ട് മഗ്ദി ഇങ്ങനെ കരയാൻ തുടങ്ങി. അസ്മാ ബീവി ചോദിച്ചില്ലേ, എന്തിനാ മോളെ ഫാത്തിമ കരയുന്നത്? വിവരമൊന്ന് പറഞ്ഞതാ, ഞങ്ങൾക്കും ഒന്ന് കൂടെ കരയാമല്ലോ. ആ സമയത്ത് അസ്മാ ബീവി പറഞ്ഞതെന്താ? എനിക്ക് മരണത്തെ പേടിച്ചിട്ട് ഞാൻ കരയുന്നില്ല, ഭൗതിക കാര്യങ്ങൾക്കും കരയുന്നില്ല. പക്ഷേ പ്രായപൂർത്തിയായ ഇടം മുതൽ ഒരന്യ പുരുഷനും എന്നെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ടും തടയുക. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ കുളിപ്പിക്കുന്നത് പെണ്ണുങ്ങളാകാം, കഫൻ ചെയ്യുന്നതും പെണ്ണുങ്ങളാകാം. പക്ഷേ എന്റെ ജനാസ കഫൻ ചെയ്യുമ്പോ ജീവിതകാലത്തെ ഡ്രസ്സിന് വ്യത്യാസമായി ടൈറ്റായിട്ടല്ലേ ചുറ്റുന്നത്. ആ ജനാസ പുരുഷന്മാർ കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണം അറിയുമല്ലോ. എന്റെ മുടി കാണുമെന്നല്ല, എന്റെ മുഖം കാണുമെന്നല്ല, എന്റെ തൊലി കാണുമെന്നല്ല, വരിഞ്ഞു മുറുക്കിയ കഫം പൊടയിലൂടെ എന്റെ ശരീരത്തിന്റെ വണ്ണം അന്യപുരുഷന്മാര് കാണുമല്ലോ. അതാലോചിച്ച് ഞാൻ കരഞ്ഞതാണ്. എന്നിട്ടല്ലേ വഫാത്തിനോട് അടുത്ത സമയത്ത് അലിയാരെ വിളിച്ച് വസീയത്ത് ചെയ്തില്ലേ, ഞാൻ പകല് മരിച്ചാലും എന്നെ പകല് മറയടക്കരുതേ. എന്റെ മയ്യത്ത് കബറിലേക്ക് താഴ്ത്തുന്നത് പുരുഷന്മാരാകും. അവരെന്നെ കാണാതിരിക്കാൻ, എന്റെ വണ്ണം അറിയാതിരിക്കാൻ രാത്രി മറമാടണേ. എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സാധാരണ പലകീലാ കൊണ്ടുപോകാറ്, അങ്ങനെ കൊണ്ടുപോകരുത് അലിയെ. 4 ഭാഗം മറവുള്ള പുതിയ കട്ടില ഉണ്ടാക്കണേ. അങ്ങനെയല്ലേ അതിരാവിലെ വഫാത്തായ ഫാത്തിമ ബീവിയെ രാത്രി വരെ പിന്തിപ്പിച്ചു വെച്ചത്. അന്നല്ലേ ഫാത്തിമ ബീവിയെ മയ്യത്ത് കൊണ്ടുപോകാൻ 4 ഭാഗം മറവുള്ള കട്ടിലകൾ ഉണ്ടാക്കി വെച്ചത്. ഉമ്മമാരെ, ആ ഫാത്തിമ ബീവി ജുമക്ക് പോയോ? ഫാത്തിമ ബീവി പള്ളിക്ക് പോയോ? ഫാത്തിമ ബീവി പത്രസമ്മേളനം വിളിച്ചോ? ഫാത്തിമ ബീവി പരസ്യമായ പ്രവർത്തനത്തിനിറങ്ങിയോ? അതുകൊണ്ട് സൂറാട്ടു ടീച്ചറെ വിട്ടിട്ട്, സുബൈദ മേത്ര വിട്ടിട്ട്, ജമീല ടീച്ചറെ വിട്ടിട്ട് ഫാത്തിമ ബീവിയെ പിൻപറ്റിക്കോ. സ്വഹാബത്തിന് അംഗീകരിച്ചോ? പാരമ്പര്യ വിശ്വാസ കർമാചാരത്തിലൂടെ മുന്നോട്ട് ഗമിച്ചോ? എങ്കിൽ ഇൻഷാ അല്ലാഹ് മരിച്ചാ ദുആ ചെയ്യാൻ ആളുകൾ വരും. പരലോകത്ത് ലക്ഷക്കാളുകൾ ഉണ്ടാകും. റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയും. റഹ്മാൻ റഹീമായ റബ്ബ് ആ ഒരു പാത തെരഞ്ഞെടുക്കാൻ നമ്മുടെ ഈ 4 ദിവസത്തെ ആദർശ പ്രഭാഷണം ഒരു കാരണമാക്കുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ നെറ്റിലൂടെ ഈ പ്രസംഗം ശ്രമിക്കുന്നവരടക്കം ഇത് ഈ 4 ദിവസത്തെ പരിപാടി ഭംഗിയാക്കി തന്ന മുഴുവൻ ആളുകൾക്കും
അർഹമുറാഹിമായ റബ്ബ് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ.